അപ്പം നമ്മൾ ഇന്ന് എല്ലാം എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ചായക്ക് നല്ല പാങ്ങിൽ പച്ചരി പൊങ്ങലരി തലേന്ന് രാത്രി ഞാൻ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിനി. അതെടുത്തിട്ട് നല്ല മിക്സിയിൽ കഴുകി മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ടില്ലേ നല്ല പാങ്ങ് പൊടിച്ചിട്ടെടുത്തു. എന്നിട്ട് അതിനെ കുഴച്ചു. ലേശം വെള്ളവും ഉപ്പെല്ലാം കൂട്ടിയിട്ട് കുഴച്ചിട്ടാണ് ഈ പരത്തുന്നത്. ഇത് നല്ല പാങ്ങിൽ ഇങ്ങനെ ബായേൻ്റെ ഇലയിൽ വെച്ചിട്ട് നല്ല നേർക്കനെ പരത്തി കഴിഞ്ഞാലുണ്ടല്ലോ അട ഭയങ്കര സൂപ്പറായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ? എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചിരണ്ടിയതും വെല്ലം ചിരണ്ടിയതും ഇടണം. എന്നിട്ട് എല്ലാം നല്ല പാങ്ങിൽ മടക്കിയിട്ട് ആപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറാണ്. ഇതേ സാധനം തന്നെ വേറൊരു ഇലയിൽ ആക്കലുണ്ട്, നിങ്ങൾക്കറിയോ? മഞ്ഞളിൻ്റെ ഇലയിൽ. മഞ്ഞളിൻ്റെ ഇലയിൽ അടയാക്കിയാലുണ്ടല്ലോ ഓഹ് അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. അതുമല്ല നമ്മളെ ആരോഗ്യത്തിന് നല്ല സാധനമാണത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്കിപ്പോൾ മഞ്ഞളിൻ്റെ ഇല കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ബായേൻ്റെ ഇലയിലാക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മഞ്ഞളിൻ്റെ ഇലയിലാക്കിയാൽ തന്നെ ഇഷ്ടം. മഞ്ഞളിൻ്റെ ഇലയിലാക്കിയിട്ടില്ലപ്പോൾ കമൻറ്റ് പറയണേ. നല്ല സൂപ്പർ അടയാണ്. തിന്നാൻ എന്ത് ടേസ്റ്റ് എന്നറിയോ? വായിൽ വെള്ളം വരും ഉണ്ടാക്കുമ്പോഴേ. നമുക്ക് നല്ല നൈസായിട്ട് പരത്തിയാലുണ്ടല്ലോ അട ഇതുപോലെ കിട്ടും നമുക്ക് ഇലയിൽ നടത്താൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ചൂടാണ്, എൻ്റെ കൈ പൊള്ളുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് പറയണേ. മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കി നോക്ക്, കിട്ടുന്നപ്പ്യ സൂപ്പറായിരിക്കും.